ഇന്നത്തെ റെസിപ്പി കോക്കനട്ട് കുക്കീസ് ആണ്. അവനൊന്നും ഇല്ലാണ്ട് സ്റ്റവ് ടോപ്പിൽ തന്നെ നല്ല ഈസി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ വേണം. പിന്നെ വേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇതിൽ കട്ടകളൊക്കെ പോകാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അതായത് തേങ്ങ ഒന്ന് കൊത്തായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് മിക്സിയിലൊന്ന് കറക്കി എടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇത് അടുപ്പിലൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതായത് ഒന്ന് മുരിഞ്ഞു കിട്ടണം, എന്നാൽ അതിൻ്റെ കളറൊന്നും മാറാനും പാടില്ല. അപ്പോൾ ആ പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണിത്. ഇതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുക്കീസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുകൂടാതെ ഒരു 5 ടേബിൾ സ്പൂൺ കൂടി നമ്മൾ കരുതണം. അത് കുക്കീസിൽ നിന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പാല് വേണം. പിന്നെ വേണ്ടത് ഉരുക്കിയ ബട്ടറാണ്. 1/2 കപ്പ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് ബട്ടറിൻ്റെ പാത്രം ഇറക്കി വെച്ചാൽ മതി. കുറച്ചു നേരം കഴിയുമ്പോൾ അതിങ്ങനെ മെൽറ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ബിസ്ക്കറ്റ് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മൈദയും ബേക്കിംഗ് പൗഡറും ആദ്യം തന്നെ ഒന്ന് അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് പൗഡേർഡ് ഷുഗറും അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ ബട്ടറും ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോക്കനട്ടിൽ നിന്ന് 1/2 കപ്പ് മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം ചേർത്തതിന് ശേഷം ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ നനവൊന്ന് പാകമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പാല് കൂടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാലിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. 1-2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. എന്നാലും അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് മാത്രം ബാക്കി ഒഴിച്ചു കൊടുക്കുക. ബിസ്ക്കറ്റിൻ്റെ പാകത്തിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. ആ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു സാധാരണ പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറും യൂസ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെയാണ് ബിസ്ക്കറ്റ് വയ്ക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ ബിസ്ക്കറ്റ് വെക്കാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ബിസ്ക്കറ്റ് ഒന്ന് ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പരത്തി അത് നേർപ്പിച്ച് കളയണ്ട. ഇനി ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോക്കനട്ടിലിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. തേങ്ങ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ചെയ്തെടുക്കുക. അങ്ങനെ ദേ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 12 ബിസ്ക്കറ്റാണ് ആകെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ട് 2 പാത്രത്തിൽ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ പാത്രം പ്രീഹീറ്റ് ചെയ്തിട്ടൊന്നുമല്ല ഇതിലേക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം ഇത് ബേക്കായി കിട്ടും. ഇനി ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കണം. പാത്രം നന്നായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൂടിയുടെ പുറത്ത് എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഏകദേശം 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബിസ്ക്കറ്റ് ഇതുപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് റെഡി ആയിട്ട് കിട്ടും. സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ നമുക്കിത് കുത്തി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ബിസ്ക്കറ്റിൻ്റെ അടിഭാഗത്ത് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം.
ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് സോഫ്റ്റായിട്ട് നമുക്ക് തോന്നിയാലും കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ തേങ്ങയുടെയും ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റുള്ള നല്ല മൊരിഞ്ഞ ബിസ്ക്കറ്റ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ യമ്മി റെസിപ്പീസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.